PV അൻവറിന്റെ മുന്നണി പ്രവേശനത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ് UDF. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ സഹകരിക്കണോ എന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനമെന്ന് പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം തീരുമാനിക്കട്ടെ. അത് അദ്ദേഹമാണ് ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞത്. അപ്പൊ തെരഞ്ഞെടുപ്പുമായി സഹകരിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് അദ്ദേഹമാണ്. തെരഞ്ഞെടുപ്പുമായും സ്ഥാനാർത്ഥിയുടെ പ്രചരണവുമായും അദ്ദേഹം സഹകരിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിച്ച് പോകും. അദ്ദേഹം എടുക്കേണ്ട വ്യക്തിപരമായ തീരുമാനമാണ്. ആ തീരുമാനം അദ്ദേഹം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ യുഡിഎഫിന്റെ അഭിപ്രായമാണ്. കോൺഗ്രസ് നിലപാട് കടുപ്പിച്ചതോടെ ലീഗിന്റെ നേതൃത്വത്തിൽ അനുനയ നീക്കം നടക്കുന്നു. PV അബ്ദുൽ വഹാബിന്റെ വീട്ടിൽ PV അൻവറുമായി ലീഗ് നേതാക്കൾ ചർച്ച നടത്തി. കാലാവസ്ഥ നല്ല മഴയാണ്, പ്രതികൂലമാണ്. അനുകൂലമായ കാലാവസ്ഥ PV അൻവർ പറയട്ടെ എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞോ? അപ്പൊ നമുക്ക് പറയാം, നോക്കാം. നമുക്ക് ഉടനെ തീരുമാനം ഉണ്ടാവുമോ? 2 days പറഞ്ഞല്ലോ, അത് 1 day അല്ലേ ആയിട്ടുള്ളൂ. വിൽ സീ ആഫ്റ്റർ 1 day. ഇല്ല, നമുക്ക് എല്ലാവരും പ്രതീക്ഷയുള്ള ആളാണ്. ചർച്ച തുടരും. ഇംതിയാസ് കരീം വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് ചേരുകയാണ്. ഇംതിയാസ്, ഈ കാലാവസ്ഥ അനുകൂലമല്ല, മഴയാണെന്ന് പറയുന്ന ആ പ്രതികൂല അവസ്ഥ, അത് അന്തരീക്ഷത്തിന് ഈ കാലാവസ്ഥയിൽ മാത്രമാണോ ഉള്ളൂ? അൻവറിന്റെ നിലമ്പൂരിലെ രാഷ്ട്രീയ കാലാവസ്ഥയെ പറ്റി എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് മനസ്സിലാക്കേണ്ടത്? അക്ഷയ, ഇന്ന് UDF നേതൃയോഗം അടക്കം നടന്നിരുന്നു. ഈ നേതൃയോഗമൊക്കെ കഴിയുമ്പോൾ ഇപ്പോൾ അൻവറിന്റെ കാലാവസ്ഥ അത്ര അനുകൂലമല്ല, പ്രതികൂലമാണ് എന്ന വിലയിരുത്തലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം UDF നേതൃത്വത്തെ ചൊടിപ്പിക്കാൻ ഇന്നുണ്ടായ കാര്യങ്ങൾ, ഒന്ന്, ഈ UDFന്റെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന സമയത്ത് പോലും ആര്യാടൻ ഷൗക്കത്ത് കൊള്ളില്ല, VS ജോയിലേക്ക് അദ്ദേഹം വിരൽ ചൂണ്ടിക്കൊണ്ടൊക്കെ UDF നേതൃത്വത്തെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു. രണ്ടാമത്തെ കാര്യം, 2 ദിവസം കൂടെ UDFന് തരും എന്ന രീതിയിൽ വിലപേശൽ അൻവർ നടത്തി. ഇതൊക്കെയാണ് UDF നേതൃത്വത്തെ ചൊടിപ്പിച്ചത് എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. അങ്ങനെ ഒരു UDF നേതൃയോഗം ചേർന്നതിന് ശേഷം അൻവർ വേണമെങ്കിൽ വരട്ടെ, അൻവറിന്റെ കാര്യം അൻവർ തീരുമാനിക്കട്ടെ, വേണമെങ്കിൽ വന്നാൽ മതി എന്ന മട്ടിലാണ് UDF നേതൃത്വം അൻവറിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. പക്ഷേ അവസാന പിടിവള്ളി എന്നോണം, അവസാന സമ്മർദ്ദതന്ത്രം എന്നോണം അൻവർ ലീഗുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയാണ്. ലീഗിന്റെ സമുന്നതരായ നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടിയുമായിട്ടൊക്കെ ചർച്ച നടത്തുകയാണ്. ലീഗ് വഴി എങ്ങനെയെങ്കിലും UDFിനകത്ത് കയറി ഒരു പ്രത്യേക പദവി കിട്ടണം എന്ന ആശയിലാണ് ഇപ്പോഴും അൻവർ ഉള്ളത്. കാരണം നേരത്തെ കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ അൻവർ UDFിന്റെ ഭാഗമാകും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴും അൻവർ ഉള്ളിൽ ആഗ്രഹിക്കുന്നത് തനിക്ക് UDFിനകത്തൊരു പ്രത്യേക റോൾ വേണം, പദവി വേണമെന്നാണ്. പക്ഷെ ആ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ UDFിന് സാധിക്കുന്നില്ല, ലീഗിനും സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അൻവറിനെ ചൊല്ലി UDFിനകത്തൊരു ഭിന്നതയുണ്ടാക്കാതെ മുന്നോട്ട് പോകണമെന്നാണ് ലീഗും കോൺഗ്രസും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അൻവർ എത്ര തന്നെ വിലപേശൽ നടത്തിയാലും, അൻവർ എത്ര തന്നെ സമ്മർദ്ദം ചെലുത്തിയാൽ പോലും അൻവറിന് ആവശ്യമെങ്കിൽ വരട്ടെ എന്ന മൂഡിൽ തന്നെ നിൽക്കാനാണ് ഇപ്പോഴും UDF. ആ തീരുമാനവുമായി മുന്നോട്ട് പോകാനാണ് നിൽക്കുന്നത്. ഇനി അങ്ങനെയല്ല, UDF ഒരിക്കലും അൻവറിനെ കൂടെ കൂട്ടുന്നില്ല എന്നതാണെങ്കിൽ അൻവർ അവസാനത്തെ, അതായത് അൻവർ പറഞ്ഞത് പൂർത്തീകരിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ അൻവർ ഒരു പക്ഷേ മത്സരിക്കാൻ ഇറങ്ങിയേക്കും. അങ്ങനെ മത്സരിച്ചാൽ ഒരു പക്ഷേ എന്തായിരിക്കും അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്നൊരു ചോദ്യചിഹ്നം അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. കാരണം അൻവർ നിലമ്പൂർ പോലെ ഒരു സ്ഥലത്ത് അൻവറിന് അത്രത്തോളം ആൾബലമില്ലാത്തൊരു സ്ഥലമായി നിലമ്പൂർ മാറുന്നു എന്ന രീതിയിലൊക്കെ ഒരു പ്രതീതി ഉണ്ടാവുന്ന തരത്തിലേക്ക് അൻവറിന്റെ പ്രതികരണങ്ങളും ഒക്കെ പോകുന്നു എന്നാണ് പല ക്യാമ്പുകളും വിലയിരുത്തുന്നത്. കോൺഗ്രസ് തോറ്റാലും ഇതേ അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയിൽ അത് പലതരത്തിലുള്ള കല്ലുകടി ഉണ്ടാക്കുന്ന സംശയമില്ല. കാരണം അവിടെ അൻവറിന് ഈ പറഞ്ഞതുപോലെ തന്നെ ആ സ്വാധീനമുണ്ടെങ്കിൽ കോൺഗ്രസ് ജയിക്കണമല്ലോ. എന്തായാലും ഇപ്പോൾ അൻവറിന്റെ രാഷ്ട്രീയ കാലാവസ്ഥ അത്ര അനുകൂലമല്ല എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. ഇംതിയാസ് കരീം വിവരങ്ങൾ നൽകിയത്.